എസ്തപ്പാന്റെ വീട്ടിൽ നിന്നും നന്ദൻ മിസ്സിംഗ് ആണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ആ എസ്തപ്പാനെ ആരോ ആക്രമിച്ച് നന്ദനെ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. അയ്യോ ഈശ്വര, ഹരിയേട്ടാ, നന്ദൻ അവനെ ആരാ? ഏതോ ഗുണ്ടകളാണെന്നാ എസ്തപ്പാൻ പറഞ്ഞത്. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ഹരിയേട്ടാ, എനിക്ക് എന്റെ നന്ദനെ കാണണം. താനിങ്ങനെ ബഹളം വയ്ക്കാതെ കാര്യങ്ങൾ എന്താന്ന് അന്വേഷിക്കട്ടെ. ആരന്വേഷിക്കാൻ? എന്തന്വേഷിക്കാൻ? ഞാൻ എസ്തപ്പാന്റെ വീട്ടിൽ പോവാ. എന്റെ മോൻ എന്താ സംഭവിച്ചതെന്ന് അറിയണം. അവനെ കൊണ്ട് ഞാൻ തിരിച്ചു വരും. മാറങ്ങോട്ട്. താനിപ്പോ അങ്ങോട്ട് പോയാ അവന്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കും. എനിക്ക് എന്റെ മോനെ കാണണം. സമാധാനപ്പെട്ട് പ്രഭ. എന്റെ മോൻ എന്നെയും കൂടി വിഷമിപ്പിക്കാതെ. എന്തിനാ ഹരിയേട്ടാ എന്നോട് ഇത് ചെയ്ത? നിങ്ങൾ കോടതി കൊണ്ടുപോവോ ജയിലിലടയ്ക്കോ എന്തു കാര്യം ചെയ്താലും വേണ്ടില്ലായിരുന്നു. എനിക്കിനി മരിച്ചാ മതി. ഒന്നും കാണാൻ കേൾക്കാൻ വേണ്ട. അനുഭവിച്ച മതിയായി. കഴിഞ്ഞതിനൊക്കെ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഞാനായിരുന്നല്ലോ നന്ദനെ ഇവിടുന്ന് മാറ്റാനുള്ള പ്ലാനൊക്കെ ഒരുക്കിയത്. സോറി. ഇനിയിപ്പോ മാപ്പ് പറഞ്ഞിട്ട് എന്തിനാ? എനിക്ക് അവരെ കാണണം. എവിടുന്ന് എന്തിനാ അതൊന്നും അറിയണ്ട. എന്റെ മോനെ എന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പ്രഭ, തന്റെ അവസ്ഥയില ഞങ്ങളെല്ലാം. നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യാം. അന്ന് വീഡിയോയിൽ ഞാൻ നന്ദനോട് സംസാരിച്ചതൊക്കെ കള്ളത്തരമായിരുന്നു എന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നന്ദനായിരിക്കില്ല ഞാൻ കണ്ടത്. എന്നെ പറ്റിക്കാൻ നന്ദനാണെന്നും പറഞ്ഞ് ആരെയോ കൊണ്ടുവന്ന് മേക്കപ്പ് ഇട്ട് ഇരുത്തിയതായിരുന്നില്ലേ ഹരിയേട്ടാ? അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ വെച്ചിട്ട് മാറ്റം വരുത്തി രൂപം ഉണ്ടാക്കിയതാ. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അവനെ കാണണം.